ഐസർ തിരുവനന്തപുരം 14ാമത് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം 14ാമത് ബിരുദദാന ചടങ്ങ് 2026 ജൂലൈ 19 തിരുവനന്തപുരത്തെ വിതുരയിലെ ഐസർ ക്യാമ്പസിൽ നടന്നു. നിതി ആയോഗ് അംഗവും ഇന്ത്യൻ സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് DST മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് ഖരന്ദിക്കർ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ബോർഡ് ഓഫ് ഗവർണേഴ്സ് അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗവേഷണാധിഷ്ഠിതവും കർശനവുമായ അക്കാദമിക് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി 210 BSMS വിദ്യാർത്ഥികൾക്കും 58 PhD ഗവേഷകർക്കും 21 ഇൻ്റഗ്രേറ്റഡ് PhD വിദ്യാർത്ഥികൾക്കും 28 MS റിസർച്ച് വിദ്യാർത്ഥികൾക്കും 6 BSc വിദ്യാർത്ഥികൾക്കും 78 MSc വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ബിരുദങ്ങൾ നൽകി. As privileged as you to get the education in one of the best institutions in the country. Build systems that are sustainable, technologies that are inclusive, and solutions that uplift the lives. Over the past decade, India has quietly but decisively transformed from a hub of frugal innovation to an emerging deep tech powerhouse. Under the Prime Minister Narendra Modi's leadership, a maturing innovation ecosystem shaped by bold policy interventions, strategic investments, and a push for a technological self-reliance is positioning India for a future-ready economy. ഐസർ തിരുവനന്തപുരം ഡയറക്ടർ പ്രൊഫസർ S. മൂർത്തി ശ്രീനിവാസുല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ഥാപനം കൈവരിച്ച പ്രധാന അക്കാദമിക ഗവേഷണ സ്ഥാപന നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യ അതിഥി പ്രൊഫസർ അഭയ് ഖരന്ദിക്കറും ബോർഡ് ഓഫ് ഗവർണേഴ്സ് അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെയും ചേർന്ന് അക്കാദമിക രംഗത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സമഗ്ര മികവിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോൾഡ് മെഡലും അക്കാദമിക മികവിനുള്ള ഡയറക്ടറുടെ ഗോൾഡ് മെഡലും അനന്തകൃഷ്ണ P. കരസ്ഥമാക്കി. പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികച്ച നേട്ടങ്ങൾ പരിഗണിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചറൽ അവാർഡ് പാർത്ഥ് മനോജിന് സമ്മാനിച്ചു.